മക്കളെ, നമ്മൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇറാഷണൽ നമ്പറിനെ കുറിച്ചും റാഷണൽ നമ്പറിനെ കുറിച്ചും ഒക്കെ പഠിച്ചു. സാർ മകൾക്കൊരു ചെറിയ ഗെയിം തരാം. 2 ഇറാഷണൽ നമ്പർ തരും, അതിനുശേഷം 4 ചോയ്സ് തരും. 2 ഇറാഷണൽ നമ്പറിൻ്റെയും ഇടയ്ക്ക് വരുന്നത് ഈ 4 ചോയ്സിൽ ആരാണ്? ക്വസ്റ്റ്യൻ നോക്കിയേ. ഇറാഷണൽ നമ്പർ ബിറ്റ്വീൻ 2 ഇറാഷണൽ നമ്പർ മക്കൾ നോക്കിയേ. 2 ഇറാഷണൽ നമ്പറാണ് തന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഇറാഷണൽ നമ്പർ കണ്ടുപിടിക്കണം. നമുക്ക് 4 ചോയ്സ് തന്നിട്ടുണ്ട്. ഈ 4 ചോയ്സിൽ ആരാണ് ഈ തന്നിരിക്കുന്ന 2 ഇറാഷണൽ നമ്പറിൻ്റെ ഇടയിലായിട്ട് വരുന്നത്? ഇതാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം പറയാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിലെ 4 എണ്ണം 0.0112 അത് നമ്മൾ ഇങ്ങോട്ട് എഴുതി. അതിനുശേഷം ഇവിടുന്ന് ഒരു 4 എണ്ണം 0.0122 ഇനി ഇതിനകത്തുനിന്നതേ ഈ ചോയ്സ് എടുക്കാമെങ്കിൽ 0.0115 ഇവിടെ നമുക്ക് 0.0115 നമ്മൾ ആദ്യത്തെ ഡെസിമലിന് ശേഷമുള്ള 4 എണ്ണം എടുത്തിട്ട് കമ്പയർ ചെയ്താൽ നമുക്കറിയാന്തേ ഇവിടെ 011 ഇവിടെയും 011. പക്ഷെ 4ാമത്തെ പോയിന്റിൽ ഇവിടെ 2ഉം ഇവിടെ 5ഉം ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനേക്കാൾ വലുതായിരിക്കും ഈ നമ്പർ. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് 01 ഇവിടെയും 01. 3ാമത്തതിൽ ഇവിടെ 2 ആണ്, പക്ഷെ 3ാമത്തതിൽ ഇവിടെ 1 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനേക്കാൾ വലുതായിരിക്കും ഈ നമ്പർ. അപ്പോൾ ഈ നമ്പറിനേക്കാൾ വലുതാണ് ഈ നമ്പർ, ഇതിനേക്കാൾ വലുതാണ് ഈ നമ്പർ. ചുരുക്കി പറഞ്ഞാൽ ഈ 2 നമ്പറുകൾക്കും ഇടയിൽ വരുന്നത് ഈ കാണുന്ന 3ാമത്തെ നമ്പറായിരിക്കും. ഇനി മക്കൾ ഇത് 3ഉം ACD ഇത് 3ഉം ചെക്ക് ചെയ്ത് നോക്കിയോ, ഇതിനകത്ത് വരത്തില്ല. അപ്പം നമുക്ക് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഡെസിമലിന് ശേഷമുള്ള ആദ്യത്തെ ഒരു 4 ഡിജിറ്റ് എടുത്തിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാറിനെ വാട്സപ്പിൽ വിളിച്ചാൽ മതി. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാരിലേക്കൊക്കെ മക്കളൊന്ന് ഷെയർ ചെയ്യണം.